പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ലോകത്താകമാനം കൊറോണ എന്ന മഹാമാരി പടർന്നു പിടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പല ശീലങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതിനൊരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. സാധാരണ രീതിയിൽ ഒരു കോളേജിൽ വിദ്യാർത്ഥികളും അധ്യാപകനും എന്നുള്ള ഒരു ക്ലാസിൻ്റെ സങ്കല്പത്തിൽ നിന്ന് ഒരു ഓൺലൈൻ ക്ലാസ് എന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണ്. എന്നിരുന്നാലും ഈ ഒരു പുതിയ സംരംഭത്തിലേക്ക് നിങ്ങളേവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് നമ്മുടെ പഠനത്തിന് വേണ്ടി ഉപയോഗപ്രദമാവും വിധം ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ 5ാം സെമസ്റ്റർ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ വർഷം ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലോ എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, കോപ്പറേഷൻ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിരിക്കും. ഈ പേപ്പറിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് ലോസ് അടങ്ങിയതാണ് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല. എന്നിരുന്നാലും ഈ ഒരു മാറിയ സാഹചര്യത്തിൽ നമ്മൾക്ക് ഈ ഒരു പുതിയ നൂതനമായ പ്രക്രിയയിലൂടെ നമ്മൾ പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം. അകന്നിരുന്നു കൊണ്ട് കൂടുതൽ അടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് നമുക്ക് 5th സെമ്മിലെ കോപ്പറേറ്റീവ് ലോ എന്ന ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഹിസ്റ്ററി പറയുന്നതിന് മുമ്പായിട്ട് ഇന്ത്യയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം, ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് ബ്രിട്ടീഷുകാരുടെ അധീനതയിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഒരുപാട് തരത്തിലുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നു. ആ പ്രാധാന്യം വിളിച്ചോന്നായിരുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പഴഞ്ചൊല്ലായ ഇന്ത്യൻ ഫാർമേഴ്സ് ഈസ് ബോൺ ഇൻ ഡെപ്റ്റ്, ലിവ്സ് ഇൻ ഡെപ്റ്റ് ആൻഡ് ഡൈസ് ഇൻ ഡെപ്റ്റ്. അതായത് ഇന്ത്യയിലെ ഫാർമേഴ്സ് കടക്കാരായി ജനിക്കുന്നു, കടക്കാരായി ജീവിക്കുന്നു, കടക്കാരായി മരിക്കുന്നു എന്നുള്ളത്. ദേ ആർ ത്രോൺ അണ്ടർ ദ വിങ്സ് ഓഫ് മണി ലെൻഡേഴ്സ്. അപ്പം അങ്ങനെയുള്ള ഒരു അതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രാധാന്യം വളരെയധികമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വരാനുള്ള കാരണങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു പീപ്പിൾ ഓറിയൻറ്റഡ് മൂവ്മെൻ്റ് ആയിരുന്നില്ല. ഒരു ഗവൺമെൻറ് സ്പോൺസേഡ് പ്രോഗ്രാം ആയിരുന്നു ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഈ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെൻറ്റ് അവർ കൊണ്ടുവരികയായിരുന്നു. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ കണ്ണിൽ ഏറ്റവും നല്ലൊരു കച്ചവട കേന്ദ്രമായിരുന്നു. ഇന്ത്യയിലെ വിഭവങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുകയും അവരുടെ വിഭവങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യാനുള്ള ഒരു സ്ഥലം മാത്രമായിട്ടായിരുന്നു ഇന്ത്യ അവർ കണ്ടിരുന്നത്. അപ്പം അങ്ങനെയുള്ള ഇന്ത്യയിൽ ഈ പറയുന്ന ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള കച്ചവടങ്ങൾ നടക്കാതെ വരികയും അപ്പോൾ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും എന്നുള്ളതിൽ നിന്നാണ് അവരൊരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വന്നാൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അതൊരു ചിന്തയായിരുന്നെങ്കിലും ഈ ഒരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ നല്ല രീതിയിൽ വന്നതുകൊണ്ട് ഒരുപാട് ഫാർമേഴ്സ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫാർമേഴ്സിനെയും കൂടി ഉപകാരപ്പെടുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ത്യയിൽ, മറ്റൊരു വശമുണ്ടായിരുന്നെങ്കിൽ പോലും. അതുപോലെ തന്നെ ഈ മണി ലെൻഡേഴ്സിൻ്റെ ചിറകിൽ നിന്നും ഇന്ത്യയിലെ ഫാർമേഴ്സിനെ രക്ഷിക്കാൻ ഈ ഒരു മൂവ്മെൻറ്റിന് പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് മെയിൻ ഫോക്കസ് ചെയ്യുന്ന സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എവറി ഇൻഡിവിജ്വൽ ഇൻ ഇന്ത്യ, ദ മെയിൻലി ഫാർമേഴ്സ്. Generally speaking, the cooperative movement in India was started with the passing the Cooperative Credit Societies Act, because it's a government sponsored program. Okay,
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യയിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ഈ പറയുന്ന 3 തരത്തിലുള്ള ആക്റ്റുകളാണ് ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1912, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. Okay, before I am going to cooperative credit society 1904, I am telling about something, the overview of cooperative movement in India. Okay. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് 1904 വരുന്നതിന് മുമ്പായിട്ട് ഒരുപാട് മൂവ്മെന്റുകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ആ ഒരു മൂവ്മെന്റിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പറയുന്ന ഒരു എല്ലാം തികഞ്ഞ ഒരു ആക്ടിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തേതായിട്ട് നമുക്ക് ഓർമ്മിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആക്റ്റാണ് ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് 1879 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് 1884. ഇത് രണ്ടും ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഈ പറയുന്ന കോമൺ പീപ്പിളിന്റെ റിലീഫിന് വേണ്ടിയിട്ടുണ്ടാക്കിയ 2 നിയമങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 1904 ആക്ട് വരാൻ അതിനൊരു ഒരു ചവിട്ടുപടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ആക്ടിലൊക്കെ പറയുന്നത് പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ ഫാർമേഴ്സ് ഫോർ ദെയർ ഫാമിംഗ് ആക്ടിവിറ്റീസ് ഓർ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. ദെൻ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആക്ട് അതിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ലോൺസ് ആക്ട് 1884. ഇതൊക്കെ ഈ ഒരു 1904 ആക്ടിന് മുമ്പ് വന്ന ചില ആക്ടുകളാണ്. ഇതൊക്കെ വന്നതുകൊണ്ടായിരിക്കാം 1904 നല്ലൊരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് വന്നത്. ദെൻ നെക്സ്റ്റ് Takabi Act. Takabi Act means the Land Improvement Loans Act 1883, Agricultural Loans Act 1884. It is collectively called as Takabi Act. What is the purpose of Takabi Act? It mainly focus the financial assistance, giving financial assistance to the farmers for their agricultural activities. The main purpose of Takabi Act, providing agricultural loans to the farmers by the government. The Land Improvement Loans Act and Agricultural Loans Act collectively called as Takabi Act. Okay. Next, before I am going to 1904 Act. Okay, Frederick Nicholson report. The Madras provincial government took the initiative and deputed one official. His name is Frederick Nicholson, for studying the functions of various cooperatives in the European countries. ഗവൺമെന്റ് മദ്രാസ് പ്രൊവിൻഷ്യലിലെ ഗവൺമെന്റ് ഫെഡറിക് നിക്കോൾസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഒരു ഓഫീസറെ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, യൂറോപ്യൻ കൺട്രിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കുവാനും അത് പഠിച്ച ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുവാനും നിയോഗിച്ചു. അങ്ങനെ അദ്ദേഹത്തെ 1982 അദ്ദേഹത്തെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി യൂറോപ്യൻ കൺട്രിയിലേക്ക് അയക്കുന്നത്. അദ്ദേഹം അവിടെ 7 വർഷം അവിടെ പഠനം നടത്തുകയും 1899 അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ഇയാളെ ഡെപ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞത് സ്റ്റഡി ദ ഫങ്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്യൻ കൺട്രീസിൽ എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫംഗ്ഷൻ ചെയ്യുന്നത്, അങ്ങനെ അതിൻ്റെ പഠനം നടത്തുകയും അതിൻ്റെ വിശദ വിവരങ്ങൾ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഇന്ത്യയിൽ സമർപ്പിക്കുകയും ആ ഒരു മോഡലിൽ ഇന്ത്യയിലേക്ക് കോപ്പറേറ്റീവ് മൂവ്മെന്റ് നടത്തുവാനാണ് ഇങ്ങനെയൊരു ഗവൺമെൻറ് ഭാഗത്തുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായത്. അപ്പോൾ അതിൽ അദ്ദേഹം അവിടെ ഒരു 7 വർഷം സ്പെൻഡ് ചെയ്യുകയും അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടിൽ 2 വേർഡാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് ഫൈൻഡ് റൈഫീസൺ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് റൈഫീസൺ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും യോജിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം
ആ റിപ്പോർട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. അതായത് റൈഫീസൺ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടായത് ജർമ്മനിയിലാണ്. അപ്പോൾ ആ ജർമ്മനിയിലുള്ള ആ ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആ മോഡലിലാണ് നമ്മൾക്ക് തുടങ്ങാൻ പറ്റുന്നതെന്ന് പറയുകയും റൈഫീസൺ മോഡൽ തുടങ്ങണമെന്നാണ് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനൊക്കെയുള്ള ഒരു കോവർക്കറായി ഡൂപ്പർനെക്സ് എന്ന് പറയുന്ന ഒരു ഫേമസ് സയന്റിസ്റ്റും അദ്ദേഹത്തിൻ്റെ ഒക്കെ കോവർക്കറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു പഠനം നടത്തുകയും അവരൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം 1899 ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് അങ്ങനെ ഗവൺമെന്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവിടെ സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഞാൻ ഒരു കൂടി പറയുകയാണ്, അദ്ദേഹം റെക്കമെൻഡ് ചെയ്തത് റൈഫീസൺ മോഡൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ജർമ്മനിയിലുള്ള റൈഫീസൺ മോഡൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് ഇന്ത്യയിൽ ഓക്കെ. അപ്പോൾ ഈ റിപ്പോർട്ട് ഗവൺമെന്റ് സ്വീകരിക്കുകയും അത് ഗവൺമെന്റിന്റെ ഫർദർ ആക്ഷന് വേണ്ടി അവിടെ വെക്കുകയും ചെയ്തു. അതിനുശേഷം ഈ റിപ്പോർട്ടിന്റെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് വേറൊരു കമ്മീഷനും കൂടി അപ്പോയിന്റ് ചെയ്യുകയാണ്. 1901 ഒരു കമ്മീഷനും കൂടി അവർ അപ്പോയിന്റ് ചെയ്യുകയാണ്. ആ കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് എഡ്വേർഡ് ലോ ആണ് അതിന്റെ ചെയർമാൻ. അങ്ങനെ ആ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യുകയും റിപ്പോർട്ട് 1904 ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് നമുക്ക് നോക്കാം. British government appointed commission 1901 under the chairmanship of Sir Edward Law for framing act for the organization of cooperative societies. അത് ഇന്ത്യയിൽ ഒരു പൊതുവായ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതുവരെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പൊതുവായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഒരു നിയമം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എഡ്വേർഡ് ലോ എന്ന് പറയുന്ന വ്യക്തിയുടെ ചെയർമാൻഷിപ്പിൽ ഒരു കമ്മീഷൻ നിയോഗിക്കുകയും 1904 കമ്മീഷൻ നിയോഗിക്കുകയും ആ കമ്മീഷൻ 1904 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആ റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്യുന്നതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൈഫീസൺ ആൻഡ് ഷുൾസ് ഡെലിസ്റ്റ് മോഡൽ ജർമ്മനിയിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയെ തന്നെയാണ്. ഇത് തന്നെയാണ് ഫെഡറിക് നിക്കോൾസനും റെക്കമെൻഡ് ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 നോക്കാം. ഗവൺമെന്റ് ആക്സെപ്റ്റഡ് റെക്കമെൻഡേഷൻ ആൻഡ് പാസ്ഡ് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904. അപ്പോൾ ഇന്ത്യയിൽ പാസ് ചെയ്ത ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. അത് ഈ പറഞ്ഞ ഫെഡറിക് നിക്കോൾസിന്റെയും എഡ്വേർഡ് ലോവിന്റെയും റിപ്പോർട്ടിന്റെ അവരുടെ പഠനത്തിന്റെ റിപ്പോർട്ടിനനുസരിച്ചാണ് ഇങ്ങനെ ഒരു ആക്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് ആക്ട് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഓക്കെ, then objectives were to encourage thrift, self-help and cooperation among the agriculturists and artisans. ഇനി ഈ സൊസൈറ്റിയിൽ പറയുന്നത് തന്നെ, ഈ സൊസൈറ്റിയുടെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ. ഇതാണ് ഏതൊരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മോട്ടോ എന്ന് പറയുന്നത്. ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോപ്പറേഷൻ ആണ്. അതായത് പിന്നെ അഗ്രികൾച്ചറിൻ്റെ ഇടയിലുള്ള ഈ പറയുന്ന സഹകരണവും അതുപോലെ തന്നെ മ്യൂച്വലി ഹെൽപ്പ് ചെയ്യുക എന്നുള്ള മനോഭാവം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന സൊസൈറ്റി ആക്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മോട്ടോ എന്ന് പറയുന്നത്. ദെൻ സൊസൈറ്റീസ് വെയർ ഈ ആക്ട് പ്രകാരം സൊസൈറ്റീസ് വെയർ ക്ലാസിഫൈഡ് ഇൻടു ടു, ദാറ്റ് ഈസ് റൂറൽ ആൻഡ് അർബൻ. അണ്ടർ ദി സൊസൈറ്റീസ് ആക്ട് the society can be broadly classified into two categories, that is rural and urban. Then what is the provisions or objectives of Cooperative Credit Societies Act 1904? Any 10 persons living in the same village or town or belonging to the same class or caste registered as a cooperative societies. ഈ ഒരു ആക്ട് പ്രകാരം ഇന്ത്യയിൽ ഉള്ള 10 പേരടങ്ങുന്ന ഒരു കൂട്ടത്തിന്, അതായത് ഒരു സെയിം വില്ലേജിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ടൗണിലാവാം, അല്ലെങ്കിൽ അവർ സെയിം ക്ലാസ് ഓഫ് പീപ്പിൾ ആവാം, അല്ലെങ്കിൽ സെയിം കാസ്റ്റ് ലെവൽക്കാവാം, അവർക്കൊക്കെ കൂടിയിട്ടുള്ള 10 പേരടങ്ങുന്ന ഒരു കൂട്ടത്തിന് ഈ സൊസൈറ്റി തുടങ്ങാവുന്നതാണ്. ദെൻ
Raise fund by the way of deposit from members and non-members, government and other cooperatives. The fund collected distributed as along to the members. The main functions of these societies was raising fund from members or non-members or other way, government and other cooperatives societies. Okay. Okay, the main functions means raise fund by the way of members and non-members and government other cooperative societies. The fund collected distributed as along to the members. അങ്ങനെ കളക്ട് ചെയ്ത ഫണ്ടുകൾ അവരുടെ മെമ്പേഴ്സിന് ലോണായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. The main function means collection of fund from members and non-members and giving financial assistance only to the members. Okay, clear? The next, central government appoint a register of cooperative societies of each province. ഓരോ പ്രൊവിൻസിലും സെൻട്രൽ ഗവൺമെന്റ് ഒരു രജിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യും. ഇങ്ങനെയുള്ള സൊസൈറ്റിയെ മോണിറ്റർ ചെയ്യാനും അവരെ കൺട്രോൾ ചെയ്യാനും സെൻട്രൽ ഗവൺമെന്റ് ഒരു രജിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. Then rural society 4/5 of their members are agriculturists and urban 4/5 non-agriculturists. അപ്പോൾ റൂറൽ സൊസൈറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. The society broadly classified into rural and urban. In the case of rural society, 4/5 of their members are agriculturists. In the case of urban, 4/5 of the members are non-agriculturists. The area of operation. Area of operation of limited and small. Cooperative Credit Society 1904 mainly focus on the small areas or limited areas. No provision for the next provisions or objectives means distribution of profit. No provision for distribution of profit. In rural society, entire amount transferred to the reserve fund. But in the case of urban, society members only getting bonus. Means അതായത് ഈ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് റൂറൽ സൊസൈറ്റി ആണെങ്കിൽ അതൊരിക്കലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. അത് എൻ്റയർ എമൗണ്ട് ട്രാൻസ്ഫർ ടു ദെയർ റിസർവ് ഫണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അർബൻ സൊസൈറ്റി ദ പ്രോഫിറ്റ് getting to the members by in the form of bonus. Okay, rural society liability of members are unlimited and urban society limited or unlimited. In the case of liability among the members, in the case of rural society the liabilities are unlimited. In the case of urban society either limited or unlimited. Okay, ഇനി നമുക്ക് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ എന്ന് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 നോക്കാം. ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടാണ് 1904 എന്ന് പറയുന്നത്. അതുവരെ ഒരു ഏകീകൃതമായ ഒരു നിയമം കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ആക്റ്റായിട്ടാണ് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ടിനെ കാണുന്നത്. Therefore, it has some limitations. Let's see. First one, Act provided for the organization of primary credit societies only. Means, the area of operations of cooperative credit societies under 1904 Act very small or village level. This is the main limitations because the organization of primary credit societies only. That is primary level organization. So one limitations. Then second one, no provision for the organization of non-credit societies, federal type societies or cooperative unions. The cooperative credit societies 1904 mainly focusing on the credit primary level credit cooperative society only. It not focusing the functions of non-credit societies or federal type societies or cooperative union. It only focusing on the credit societies in the village level. Therefore, it's also one of the major limitations. Then third one, societies were classified into two, that is rural and urban. This classification was unscientific. Okay, and next one, there was no provision for the distribution of profit.
distribution of profit. In the case of rural society, there is no provision for this distribution of profit. In the case of urban society, the some amount transferred to bonus as a form of bonus to the employees. In the case of rural societies, there was no provision for the distribution of profit. The entire amount transferred to their reserve fund. So, this is also a limitation. Okay, അടുത്തതായി നമുക്ക് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1912 എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു Cooperative Credit Societies Act 1904 have some limitations. Therefore, the new act came into force, that is Cooperative Credit Societies Act 1912. What are the features of these societies? Let's see. First one, society can be registered with or without unlimited liability. The society can be registered with or without unlimited liability means, the first case, the 1904 Act, the society can register only unlimited liability. Okay, in the case, society can be registered with or without unlimited liability. Okay, this is one of the major limitations. The next one, the liability of the central society limited, rural society unlimited, and other types society limited or unlimited. Then the liability of the central society limited, then rural society unlimited, other type of society limited or unlimited. A central society liability limited, rural society liability unlimited, any other types of societies limited or unlimited. Okay, അപ്പോൾ അതായത് സെൻട്രൽ സൊസൈറ്റിയുടെ ലാബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇപ്പോൾ റൂറൽ ഏരിയയിലുള്ള സൊസൈറ്റി ഫോം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ലിമിറ്റഡും വന്നു അൺലിമിറ്റഡും വന്നു. Then other forms of any other types of societies, whether limited or unlimited. Okay, അത് അവർക്ക് ഏത് വേണമെങ്കിലും അത് അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. The next one, audit fee charged on the society. ഈ ഓഡിറ്റ് ഫീ ചാർജ് ചെയ്യും, സൊസൈറ്റിയുടെ മുകളിൽ ഓഡിറ്റ് ഫീ ചാർജ് ചെയ്യും. Then provision for the distribution of profit or dividend. നേരത്തെ കേസിൽ ഈ ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെയുണ്ട്. അത് ആസ് ഇൻ ദ ഫോം ഓഫ് ഡിവിഡൻഡ്. Then local government actively participate for the better working of society, like membership procedures of meeting, etc. In the case of this type of societies, means the society formed under the Act of 1912, the local government actively participate their working, then for their betterment. In the case of 1904, it is only a primary society, government not participated. But in the case of Cooperative Credit Society 1912, local government actively participated for the better working conditions of the societies. And also the local government also joined the members as a member of society. Okay, the next one, society exempted from the payment of under stamp, registration and income tax act. ഈ പറയുന്ന ആക്ടിൽ നിന്നൊക്കെ എക്സംഷൻ സൊസൈറ്റിക്കുണ്ട്. Then next one, society classified into limited or unlimited liability society. In the case of 1904 Act, the society classified into two, that is rural and urban. But in the case of Cooperative Credit Societies Act 1912, the society classified into limited or unlimited liability. This is scientific method. But in the case of 1904 society, it is unscientific method because they are a society classified into rural or urban. But in the case of 1912, the society classified into the scientific way of method, that is limited or unlimited. Okay, next I would like to talk about the difference between Cooperative Credit Societies Act 1904 and 1912. Okay, then what? Let's see. First one, in 1904, the society classified into two, that is rural and urban. But in the case of 1912, the society can be classified into limited and unlimited liabilities. Means, in the case of 1904, society can be classified on the basis of their area, that is rural and urban. But in the case of 1912, the society can be classified on the basis of their liability, that is limited and unlimited. Okay, next one, in 1904 Act,
only primary credit societies can be registered. But in the case of 1912, this act provided for the first time for the registration of central societies, which create a federal structure. Means central society also can be registered with the help of 1912 Act. Okay, the next one, 1904 Act was silent about the utilization of profit. The 1912 Act suggested that 25% of the net profit must be carried over the reserve fund of the society, and the remaining portion transferred to the as a form of dividend into the employees. But in the case of 1904, the entire profit transferred to the reserve fund of the society. Okay, the next one, 1904 Act, only credit society can be registered. But in the case of 12, credit and non-credit society can be registered. The next one, 1904 Act, no member could not be hold share worth more than 1,000. But in the case of 12, they easily hold shares more than rupees 1,000. Okay. Next one, Multi-State Cooperative Societies Act 1984. This chapter includes mainly three acts, that is Cooperative Credit Societies Act 1904, already mentioned that. Then second one, Cooperative Credit Societies Act 1912, it's also covered. Then third one, Multi-State Cooperative Societies Act 1984. Okay, central government passed a multi-unit act in 1942. It was enacted to govern the cooperative societies whose area of operation is extended to more than one state and serving the interest of the members of more than one state. The cooperative societies of different states are governed by the different cooperative laws in the country. The number of national level cooperative societies and federations promoted by the cooperatives in the country came up with the assistance of the central and state government. These organizations are engaged in various diversified activities. The method of operations of these units vary with regard to its state character. Central government passed a Multi-Unit Act 1942. Before entering into the Multi-State Cooperative Societies Act 1984, the central government passed a Multi-Unit Act 1942. ഈ സൊസൈറ്റിയുടെ പേര് പറയുന്ന പോലെ തന്നെയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. കാരണം ഇതുവരെ നമ്മൾ പഠിച്ച സൊസൈറ്റീസ് ആക്ട് ഒക്കെ ഒരു വിത്തിൻ ദ സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ ഇത് മോർ ദാൻ 2 സ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ആക്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു സ്റ്റേറ്റും മറ്റൊരു സ്റ്റേറ്റും ആകുമ്പോൾ അതിൽ ഡിഫറൻ്റ് ആയ കൾച്ചറാണ്, അത് വ്യത്യസ്ത തരത്തിലുള്ള നിയമങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഏകീകൃതമായ ഒരു ആക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും ഇന്റർ സ്റ്റേറ്റിലേക്കുള്ള ഈ ഓപ്പറേഷൻ. അതുകൊണ്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു സൊസൈറ്റിക്ക് മറ്റുള്ള സംസ്ഥാനത്തും പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം ഈ ആക്ട് വഴി രജിസ്റ്റർ ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ആക്ട് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഒരു മൾട്ടി യൂണിറ്റ് ആക്ട് 1942 പാസ് ചെയ്തു ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. ദ പ്രസന്റ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. ഇപ്പോൾ പ്രസന്റിൽ 1984 ഈ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്ന ഈ ആക്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2002 ആക്ട് വന്നിട്ടുണ്ടെങ്കിലും അത് ഇതുവരെയാണ് ഇഫക്റ്റീവ് ആയിട്ടില്ല. Then enacted to govern the cooperative society whose area of operation extended to more than one state. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ആക്ട് വന്നത് തന്നെ സൊസൈറ്റിയുടെ ആക്ടിവിറ്റീസ് തൊട്ടടുത്ത് അല്ലെങ്കിൽ മോർ ദാൻ വൺ സ്റ്റേറ്റിലേക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റിലെ ഇങ്ങനെയൊരു ആക്ട് ഉണ്ടായത്. അതുപോലെ തന്നെ മെമ്പേഴ്സിന്റെ serving the interest of the members more than one state. Therefore, it is also called the Multi-State Cooperative Societies Act. There are a number of national level cooperative institutions coming under provisions of this act. ഈ ഒരു ആക്ട് പ്രകാരം ഒരുപാട് നാഷണൽ ലെവലിലുള്ള ഫെഡറേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ ആക്ടിന്റെ പരിധിയിൽ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് NCCF, നാഫെഡ്, ഇഫ്കോ, ക്യാംകോ ഇതൊക്കെ ഈ ഒരു ആക്ടിന്റെ ചുവട് വെച്ചുകൊണ്ടായിരുന്നു രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. NCCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, അതുപോലെ തന്നെ NAFED എന്ന് പറഞ്ഞാൽ നാഷണൽ അഗ്രികൾച്ചറൽ ആൻഡ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ, IFFCO എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഷൻ കോർപ്പറേഷൻ, CAMCO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സെൻട്രൽ അറക്കനറ്റ് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ആക്ടിന്റെ ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെയൊക്കെ ഫങ്ഷൻസ് പറയുന്നത് മോർ ദാൻ വൺ സ്റ്റേറ്റിലാണ്. റെഗുലേറ്റിംഗ് ദ ഫങ്ഷൻസ് ഓഫ് ദി സൊസൈറ്റീസ്, സെൻട്രൽ രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ പോസ്റ്റഡ്. അത് ഇതൊന്നിൽ കൂടുതലാണ് ഈ സൊസൈറ്റിയുടെയൊക്കെ പ്രവർത്തനം എന്നുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഒരു സെൻട്രൽ രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുകയും ആ സെൻട്രൽ രജിസ്ട്രാറാണ് ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ സൊസൈറ്റിയെയും അവരുടെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നത്. എവറി സൊസൈറ്റി ഈസ് എ ബോഡി കോർപ്പറേറ്റ് വിത്ത് കോമൺ സെൽ ആൻഡ് പെർപെച്വൽ സ്ട്രക്ചർ. നമ്മളെ കമ്പനി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓരോ സൊസൈറ്റിയും എന്നവർ അവരൊരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഉണ്ടാവും. അവരൊരു ബോഡി കോർപ്പറേറ്റ് ആണ് വിത്ത് കോമൺ സീൽ ആൻഡ് പെർപെച്വൽ സ്ട്രക്ചർ. വൺ മാൻ വൺ വോട്ട്, ഇതാണ് ഇവരുടെ പോളിസി. ഒരു വൺ മാൻ വൺ വോട്ടാണ് ഇവിടെ ഉള്ളത്. നോ വോട്ടിംഗ് ബൈ പ്രോസി. പ്രോസി വോട്ടിംഗ് is not allowed by this society. The management will be three-tier structure, that is general body, board of directors, chief executive. Three-tier structure ആണ് ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് താഴെത്തട്ടിൽ ജനറൽ ബോഡിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ചീഫ് എക്സിക്യൂട്ടീവും. ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ എല്ലാ മെമ്പേഴ്സിനും അവകാശം ഉണ്ടാകും. അതിൽ നിന്ന് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തിരഞ്ഞെടുക്കും, അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കും.